ഹായ്, നമ്മൾ ഓപ്ര എക്സാമിന്റെ കുറച്ച് കാൽക്കുലേഷൻ ഡിസ്കഷൻ ആണ്. ലൊഗെയിൻ ഫയലിലെ കുറച്ച് കാൽക്കുലേഷൻ ഡിസ്കഷൻ ആണ്. സോ ഇപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് ബാച്ച് ഓഫ് ഓപ്ര എക്സാം കഴിഞ്ഞു, മാർച്ചിൽ കഴിഞ്ഞു. സോ അതിൽ ഇപ്പൊ മോസ്റ്റ്ലി എല്ലാ സ്റ്റുഡൻസും നമ്മളോട് പറഞ്ഞത് ഓപ്ര ഈസ് മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും ഇറ്റ് ഈസ് സെയിം ലൈക്ക് ക്യാപ്സ്. സോ ക്യാപ്സ് പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു നമുക്ക് പറയുകയാണെങ്കിൽ അതിലെ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മെയിൻലി പേപ്പർ നോക്കുന്ന രീതി, അതൊരു റാഷ് മെത്തഡോളജി വഴിയാണ് അവർ നോക്കുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ്. അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മുടെ ഫയൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആണെന്നാണ് ഇപ്പൊ എഴുതി ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിരുന്നത്. സോ നമ്മുടെ ഈ ലൊഗൈൻ ഫയലിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മുടെ ലൊഗൈൻ ഫയലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കാൽക്കുലേഷൻ ആണ്, ഇതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഒന്ന്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ഇൻഫ്യൂഷൻ ഈസ് 2 mg per kg per hour infused for 12 hours for 70 kg patient. വാട്ട് ഈസ് ദ ടോട്ടൽ ഡോസ്? നമുക്ക് ടോട്ടൽ ഡോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വലി ഒരു ക്യാപ്സ് അല്ലെങ്കിൽ ഒരു ഓപ്ര എക്സാം എഴുതുന്നവർക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ ആണ് ടോട്ടൽ ഡോസ് കാൽക്കുലേഷൻ. അതായത് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നിട്ട് ടോട്ടൽ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ആണ് കണ്ടുപിടിക്കാനായിട്ട്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 2 mg per kg per hour നമുക്ക് തന്നിട്ടുണ്ട്. എത്ര അവറിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 12 അവറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ദ പേഷ്യന്റ് തന്നിട്ടുണ്ട് 70 kg. സോ ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. 2 mg per kg per hour. സോ 2 ഇൻറ്റു വെയിറ്റ് ഓഫ് ദ പേഷ്യന്റ് എത്രയാണ്? 70 ഇൻറ്റു എത്രയാണ്? 12. സോ ഡയറക്ട്ലി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 1680 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വരുന്നതിൽ ഏറ്റവും സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രിസ്ക്രിപ്ഷൻ കണ്ടെയ്ൻസ് 1% ക്ലോർഹെക്സിഡിൻ. ഓക്കെ, ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ നമുക്കുള്ളതാണ് 1% ക്ലോർഹെക്സിഡിൻ ടു മേക്ക് എ പ്രിസ്ക്രിപ്ഷൻ വിത്ത് ടോട്ടൽ വോളിയം ഓഫ് 100 ml. We don't have chlorhexidine base. We have only chlorhexidine gluconate 20% weight by volume solution. How many ml of chlorhexidine gluconate solution needed to prepare that formula? Molecular weight of base is 505. Chlorhexidine gluconate is 879.8. സോ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം കണ്ടെയ്നിങ് 1% ക്ലോർഹെക്സിഡിൻ. എന്നിട്ട് അതിന്റെ ടോട്ടൽ വോളിയം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട 100 ml ആണ്. നമ്മുടെ കയ്യിൽ, പക്ഷെ നമ്മുടെ ആ പ്രിസ്ക്രിപ്ഷനിൽ നമ്മുടെ കയ്യിൽ, നമ്മുടെ ഫാർമസിയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്ലേസിൽ ക്ലോർഹെക്സിഡിൻ ബേസ് ഇല്ല. അതിന് പകരം ഉള്ളത് ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് ആണ്. 20% വെയിറ്റ് ബൈ വോളിയം സൊല്യൂഷൻ ആണ് ഉള്ളത്. സോ എത്ര ml ഓഫ് ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് സൊല്യൂഷൻ വേണം ഈ ഒരു ഫോർമുല പ്രിപ്പയർ ചെയ്യാൻ എന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു വലിപ്പം തോന്നും, പക്ഷെ ആൻസർ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണിത്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്കിപ്പോ മോസ്റ്റ്ലി നമുക്ക് ഈ ഓപ്ര എക്സാമില് നമുക്ക് മോസ്റ്റ്ലി ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ കമ്പോണൻസ് വലുതാണെങ്കിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അല്ലാണ്ട് ഇപ്പം ചെറിയ ചെറിയ വല്ല കമ്പോണൻസ് ആണെങ്കിൽ നമുക്ക് ആ മോളിക്കുലർ വെയിറ്റ്സ് പഠിക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് മോളിക്കുലർ വെയിറ്റ്സ് എല്ലാത്തിലും അവർ ക്വസ്റ്റ്യന്റെ തന്നെ തരും. സോ ഇവിടെയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താണ്? എത്ര ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് ആണ് ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടതെന്നാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ വെയിറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, വെയിറ്റ് ഓഫ് ബേസ് ബൈ മോളിക്കുലർ വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി കമ്പോണന്റ്. അതായത് എന്ത് കമ്പോണന്റിന്റെ ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ്? ഗ്ലൂക്കോണേറ്റ് ആണ് അല്ലേ? സോ ഗ്ലൂക്കോണേറ്റ് ആയതുകൊണ്ട് നമ്മൾ അത് എഴുതി ബൈ ഇറ്റ്സ് മോളിക്കുലർ വെയിറ്റ്. പക്ഷെ ചിലയിടത്ത് ഗ്ലൂക്കോണേറ്റ് ആവില്ല, വേറെ ഏത് കമ്പോണന്റ് ആണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം അത്. സോ വെയിറ്റ് ഓഫ് ബേസ് ബൈ മോളിക്കുലർ വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് കമ്പോണന്റ് ബൈ മോളിക്കുലർ വെയിറ്റ്. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരിക. സോ ഇവിടെ നമുക്ക് വെയിറ്റ് ഓഫ് ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 1% ക്ലോർഹെക്സിഡിൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് എഴുതിയത്. പിന്നെ മോളിക്കുലർ വെയിറ്റ് 505 എന്ന് തന്നിട്ടുണ്ട്, മോളിക്കുലർ വെയിറ്റ് ഓഫ് ബേസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഗ്ലൂക്കോണേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ എക്സ് ബൈ അതിന്റെ മോളിക്കുലർ വെയിറ്റ് തന്നിട്ടുണ്ട് 879.8. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. 1.78 ഗ്രാം എന്ന് നമുക്ക് വെയിറ്റ് കിട്ടും. ഓക്കെ, സോ ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ വി നീഡ് 1.789 ഓഫ് ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് ടു കോമ്പൻസേറ്റ് 1 gram ഓഫ് ബേസ്. അതായത് നമുക്ക് 1 gram ബേസ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും ഗ്രാം ഓഫ് ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് വേണമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താ ക്വസ്റ്റ്യനില്?
നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 20% വെയിറ്റ് ബൈ വോളിയം എന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 20% വെയിറ്റ് ബൈ വോളിയം. സോ 20% വെയിറ്റ് ബൈ വോളിയം നമ്മൾ അബ്രിവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? 20% വെയിറ്റ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു 20 gram in 100 ml അല്ലെ. വെയിറ്റ് ബൈ വോളിയം ആണെങ്കിൽ 20 gram in 100 ml എന്നാണ് എഴുതുക. സോ 20 gram 100 ml 20 gram ആണെങ്കിൽ 1.789 ഗ്രാമിൽ എത്ര ml വേണം? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്ര ടോട്ടൽ വോളിയം അതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ ക്വസ്റ്റ്യനിലോട്ട് പോകും. സോ ഹൗ മെനി ml ഓഫ് ക്ലോർഹെക്സിൻ ഗ്ലൂക്കോണേറ്റ് സൊല്യൂഷൻ നീഡഡ് ടു പ്രിപ്പയർ ദാറ്റ് ഫോർമുല. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വെയിറ്റ് അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സൊല്യൂഷന്റെ എമൗണ്ട് ആണ്. സോ 20 ഗ്രാം ഐ മീൻ 100 ml 20 ഗ്രാം ആണെങ്കിൽ 1.789 എത്രയാണ് എക്സ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അതും കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് വലുപ്പം തോന്നും. സോ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രഗ് ഡോസ് 100 mg നമുക്ക് തന്നിട്ടുണ്ട്. ഡോസ് തന്നിട്ടുണ്ട് 100 mg. പ്ലാസ്മ കോൺസെൻട്രേഷൻ ഈസ് 2.5 mcg/ml. നമുക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാട്ടർ വോളിയം ഇൻ ദ പേഷ്യന്റ്? സോ എന്താണ് വോളിയം, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് പേഷ്യന്റ് വോളിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. എന്താണ് വോളിയം? സോ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ ആണ്. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഡോസ് ബൈ പ്ലാസ്മ കോൺസെൻട്രേഷൻ. സിമ്പിൾ ഇക്വേഷൻ ആണ്. സോ ഡയറക്ട്ലി നമ്മൾ ഡോസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 100 തന്നിട്ടുണ്ട്. CP നമുക്ക് തന്നിട്ടുണ്ട് 2.5. സോ ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ അതിലൊന്നും ചെയ്യാല്ല, ഡയറക്ട്ലി നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, ക്യാപ്സ് ടൈമിൽ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. A new cardiac glycoside is developed for oral and intravenous administration. ഒരു പുതിയ ഗ്ലൈക്കോസൈഡ് ഡെവലപ്പ് ചെയ്തെന്നാണ് പറയുന്നത് ഫോർ ഓറൽ ആൻഡ് ഇൻട്രാവീനിയസ് അഡ്മിനിസ്ട്രേഷൻ. ദ ഡ്രഗ് ഹാസ് ആൻ എലിമിനേഷൻ ഹാഫ് ലൈഫ്. ടി ഹാഫ് നമുക്ക് തന്നിട്ടുണ്ട് 24 hours. ആൻഡ് അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് 3 liter/kg. നമുക്ക് അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ദ എഫക്റ്റീവ് ഡ്രഗ് കോൺസെൻട്രേഷൻ ഈസ് 1.5 mg/ml. എഫക്റ്റീവ് ഡ്രഗ് കോൺസെൻട്രേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 1.5 mg/ml. ടോക്സിക് എഫക്ട് ഓഫ് ദ ഡ്രഗ്സ് ആർ ഒബ്സർവ്ഡ് at a drug concentration more than 4 mg/ml. നമുക്ക് ടോക്സിക് എഫക്ട്, ഒരു ഡ്രഗിന്റെ ടോക്സിക് എഫക്ട് മോർ ദാൻ 4 mg/ml നമുക്ക് കാണുന്നുണ്ട്. ടോക്സിക് എഫക്ട് നമുക്ക് മോർ ദാൻ 4 mg/ml ആണ് നമുക്ക് കാണുന്നത്. The drug is bound to plasma protein at approximately 25%. Okay, drug 25% plasma protein ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. The drug is 75% bioavailable after an oral dose. ഓരോ ഓറൽ ഡോസിന് ശേഷം 75% it is bioavailability. Okay, 75% is the bioavailability. So question is, what is the oral maintenance dose if given once a day for a 68-year-old man who weighs 65 kg and has congestive heart failure and normal renal function? ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഓറൽ മെയിൻ്റനൻസ് ഡോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ഗിവൺ വൺസ് എ ഡേ ഫോർ എ 68-year-old man who weighs 65 kg and has congestive heart failure and normal renal function. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. 3 liter/kg എന്നാണ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത്. liter/kg എന്നാണെങ്കിലും വെയിറ്റ് 65 ആണ് കേട്ടോ. ഇവിടെ വരിക 65 ആണ്, 68 അല്ല കേട്ടോ. സോ വെയിറ്റ് 65. സോ 3 × 65 195 ലിറ്റർ ആണ് നമുക്ക് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുക. ദെൻ ടി ഹാഫ് 24 hour നമുക്ക് തന്നിട്ടുണ്ട്. ടി ഹാഫ് 24 hour തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് K നമുക്ക് കണ്ടുപിടിക്കണം. സോ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 24 hour എന്ന് പറഞ്ഞാൽ എന്താണ്? 24 hour എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്ട്ലി 24 hour എന്ന് എഴുതാൽ ഇറ്റ്സ് ലൈക്ക് 1 day അല്ലെ. സോ K കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? 0.693/1 അങ്ങനെയാണ് നമ്മൾ K കണ്ടുപിടിക്കുന്നത്. 24 hour ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ. ദെൻ CP നമുക്ക് തന്നിട്ടുണ്ട് 1.5 mg/ml എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 1.5 mg/ml എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട മെയിൻ്റനൻസ് ഡോസ് ആണ്. മെയിൻ്റനൻസ് ഡോസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? CS into K into VD/S. ഇതാണ് ഇക്വേഷൻ. CS into K into
VD/F. ഇതാണ് ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ നമുക്ക് 1.5 mg/ml ആണ് അല്ലേ, mg/ml ആണ്. സോ അതിനെ നമ്മൾ യൂണിറ്റ് മാറ്റിയത് കൊണ്ടാണ് 1.5 ഇൻറ്റു 10⁻⁻6 എന്ന് പറയുന്നത്. ഓക്കെ, സോ 1.mg, നെ നമ്മൾ mg ആക്കുമ്പോൾ ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, 10⁻⁻6 ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു കെ, എലിമിനേഷൻ എത്രയാണ്, 0.693 ഇൻറ്റു വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, 3 ലിറ്റർ പെർ കെ ജി. സോ ഈ 3 ലിറ്റർ പെർ കെ ജിനെ ഇവിടെ നമ്മൾ അബ്രീവിയേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. കാരണം നമ്മൾ 3 ലിറ്റർ പെർ കെ ജി ഡയറക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 195 കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ 3 ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പം 3 ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് 3000 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ 3 ലിറ്ററിനെ എന്ത് ചെയ്തിരിക്കുക, ലിറ്ററിനെ ml കൺവേർട്ട് ചെയ്തിരിക്കാം, മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്ട്ലി ഇപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ 3 × 65 195 എന്ന് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ml കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെ എല്ലാം തന്നെ നമ്മൾ എന്താണ് mg, മില്ലി ലിറ്റർ അങ്ങനത്തെ വാല്യൂസിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ബൈ അവൈലബിലിറ്റി എത്രയാണ്, 75%. 75% എന്ന് പറഞ്ഞാൽ 0.75. സോ അത് നമ്മൾ ഡയറക്ട്ലി ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, DM. എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ്റനൻസ് ഡോസ് കിട്ടും. സോ മെയിൻ്റനൻസ് ഡോസ് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾ ഡയറക്ട്ലി പഠിച്ചു വെക്കുക, CSS ഇൻറ്റു K ഇൻറ്റു VD/F ഡയറക്ട്ലി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് T½ തന്നിട്ടുള്ളൂ, പക്ഷെ T½ തൊട്ട് കാര്യമില്ല. T½ വരെ നമുക്ക് എന്താ വേണ്ട, എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു T½ = 0.693/K എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ T½ K കണ്ടുപിടിക്കണം. സോ ഇനി CP നെ നമ്മൾ വാല്യൂ വരണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുണ്ട്. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷെ നമുക്ക് ഈ വാല്യൂസ് ചേഞ്ച് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. ഓക്കെ, Now, what is the loading dose for this patient? So, ഈ ഒരു പേഷ്യന്റ് ലോഡിംഗ് ഡോസ്, ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇപ്പൊ നമുക്ക് മെയിൻ്റനൻസ് ഡോസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇനി ചോദിച്ചിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ലോഡിംഗ് ഡോസ്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ലോഡിംഗ് ഡോസ് = 2 ഇൻറ്റു മെയിൻ്റനൻസ് ഡോസ്. ഇതാണ് ഇക്വേഷൻ, ഡയറക്ട്ലി പഠിച്ചു വെക്കുക. സോ ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മെയിൻ്റനൻസ് നമുക്ക് ഓൾറെഡി കിട്ടി 0.270. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡിംഗ് ഡോസിന്റെ ആൻസർ കിട്ടും കേട്ടോ. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5T½ അതായത് 5T½ കഴിഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ 8T½ കഴിഞ്ഞാൽ എത്രയാണ്, അങ്ങനെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ 5T½ 8T½ ഇത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു നമ്പർ തന്നിട്ട് ഇപ്പൊ ഒരു ഇത്ര ഡോസ് ആണ്, 100 mg ഡോസ് തന്നിട്ട് എത്ര T½ ആണെന്നുള്ള രീതി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ആഫ്റ്റർ 5T½ എന്തായിരിക്കും വാല്യൂ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ 5T½ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് 1 ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ്, അതായത് ഫസ്റ്റ് നമുക്ക് ഒരു ഡ്രഗ് മൊത്തം നമ്മുടെ കയ്യിലുണ്ടാവും. സോ ഫസ്റ്റ് T½ കഴിയുമ്പോൾ അത് പകുതിയായിട്ട് കുറയും അല്ലെ. ഫസ്റ്റ് T½ കഴിയുമ്പോൾ അത് പകുതിയായിട്ട് കുറയും അല്ലെ, 1/2 ആവും. സെക്കൻഡ് T½ കഴിയുമ്പോൾ അത് എന്താ സംഭവിക്കുക, സെക്കൻഡ് T½ കഴിയുമ്പോൾ അത് വീണ്ടും ഈ 1/2 പകുതിയായിട്ട് കുറയും. അപ്പൊ 1/2 പകുതി എന്ന് പറഞ്ഞാൽ എന്താ, 1/2/2. സോ അന്ന് പറഞ്ഞാൽ 1/4 ആയിട്ട് കുറയും. നെക്സ്റ്റ് T½ കഴിയുമ്പോൾ എന്താണ്, ആ 1/4 പകുതി, അതായത് 1/4/2, അതായത് 1/8 ആയിട്ട് കുറയും. പിന്നെയും എന്താവും, പിന്നെയും T½ ആവുമ്പോൾ 1/16 ആവും. 5T½ ആവുമ്പോൾ അതെന്താ വാല്യൂ ഉണ്ടാവുക, ഒരു നോർമൽ ഡ്രഗ് ആണെങ്കിൽ 1/32 ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങളൊന്ന് പഠിച്ചേക്കുക. ഓക്കെ, 1/32 ആണ് 5T½ ഇപ്പൊ നമ്മളൊരു ഡോസ് 1 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ T½ കഴിയുമ്പോൾ അത് അരയായിട്ട് കുറയും, പിന്നെ അത് 1/4 ആയിട്ട് കുറയും, പിന്നെ 1/8 ആയിട്ട് കുറയും, പിന്നെ 1/16 ആയിട്ട് കുറയും, പിന്നെ 1/32. അതായത് ഓരോ പ്രാവശ്യം കുറയുമ്പോഴും അര വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ആഫ്റ്റർ 8T½ ആണെങ്കിൽ എത്രയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 1/32 5T½ ആണെങ്കിൽ വീണ്ടും അതിന്റെ പകുതി, അപ്പൊ 1/64, പിന്നെയും അതിന്റെ പകുതി 1/128, പിന്നെ അതിന്റെ പകുതി 1/256. 3 പ്രാവശ്യം കൂടെ കുറയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 8T½ കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഇനിയിപ്പോ ചിലപ്പോൾ ഡൗട്ട് തോന്നും 1/2 നെക്സ്റ്റ് 1/4 അത് കൂടുകയല്ലേ ചെയ്തത്. അല്ല, ഡിനോമിനേറ്റർ കൂടുകയാണെങ്കിൽ വാല്യൂ എന്താ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. അത് അറിയായിരിക്കുമല്ലോ അല്ലെ. Next, how many ml of potassium chloride 23% must be added to 1 liter of glucose concentration 30 mol per liter?
പൊട്ടാഷ്യം ക്ലോറൈഡ് മോളിക്കുലാർ വെയിറ്റ് ഈ 74.6. ഓക്കെ, സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൗ മെനി ml ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ്സ് ഇസ് വാട്ട് വി ഷുഡ് ഫൈൻഡ്. ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ് 23% must be added to 1 liter of glucose concentration 30 mol per liter. നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഡയറക്ട്ലി തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം 30 mol per liter. സോ നമുക്ക് മില്ലി മോൾ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ, വെയിറ്റ് ഇൻ mg ബൈ മോളിക്കുലാർ വെയിറ്റ് അല്ലെ. മില്ലി മോൾ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ mg ബൈ മോളിക്കുലാർ വെയിറ്റ്. മോളിക്കുലാർ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 74.6. മില്ലി മോൾ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30. സോ നമുക്ക് വെയിറ്റ് അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എത്രയാണ് വരിക? 2.2235 mg ആണ് വരിക. സോ വെൻ ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗ്രാം ഇറ്റ് ഈസ് 2.2 ഗ്രാം അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ അത്രയും ചെയ്യുക. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 23%. 23% എന്ന് പറഞ്ഞാൽ എന്താണ്? 23 gram in 100 ml സൊല്യൂഷൻ അല്ലെ. 23 gram in 100 ml സൊല്യൂഷൻ. ഈ 23% എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്രിവിയേറ്റ് ചെയ്ത് എഴുതുമ്പം 23 gram in 100 ml സൊല്യൂഷൻ. സോ ഒരു 23 ഗ്രാം 100 ml സൊല്യൂഷനിലാണെങ്കിൽ 2.2 അല്ലെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 2.2 ഗ്രാം. ഇതുകൊണ്ടാണ് നമ്മൾ എം ജിയിലെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തത്. കാരണം 23% അത് ഓൾറെഡി ഗ്രാമിലേക്കാണ്. അതിനെ എം ജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ എപ്പോഴും നല്ല എന്താണ്, നമുക്ക് ഗ്രാമിലേക്ക് മാറ്റുന്നതാണ്. സോ 2.2 ഗ്രാമിൽ എത്ര ml? സോ ഡയറക്ട്ലി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻസ്, ഈ ക്യാപ്സ് അല്ലെ ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് ഭയങ്കര ടഫ് ആണല്ലോ, എനിക്കറിയില്ല. പക്ഷെ ഒന്ന് നമ്മളിത് 2-3 വട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ, സോ ഇത് സിമ്പിൾ ആണ്. നമുക്ക് ഇതിങ്ങനെ തന്നു കഴിഞ്ഞാൽ മില്ലിമോൾ ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്, നമുക്ക് അത് ക്ലിക്ക് ആവണം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ 30 ml per liter തന്നെ, അത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ഇങ്ങനെ തന്നിരിക്കുന്നത് ആ ഇക്വേഷൻ വെച്ച് വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. അതിനുശേഷം നമുക്ക് ഡയറക്ട്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ വോളിയം കണ്ടുപിടിക്കാം. ആ അത് നിങ്ങൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ.